ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ വർഷത്തിലും ദൈവവചനം ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് സാവകാശം നൽകുന്നത് എല്ലാ നന്ദിയോടുകൂടി ഓർക്കാം. പ്രതികൂലമായ സാഹചര്യത്തിലും കൂടുതൽ ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. എന്താണ് മഹാനിയോഗം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചില സത്യങ്ങൾ ധ്യാനിച്ച് വരികയായിരുന്നു. മഹാനിയോഗം അനുസരിക്കുന്നവരോട് കൂടെ നിയോഗം തന്നവൻ്റെ സാന്നിധ്യം വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ആ വാഗ്ദത്തം ഉണ്ടെങ്കിലും ദൈവം ചിലപ്പോൾ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തു. പഴയ നിയമത്തിലെ ഒരു സംഭവം ആ ബന്ധത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കാനിടയായിട്ട് തീർന്നിരുന്നു. യോശുവയ്ക്ക് ദൈവം കൊടുത്തതായ നിയോഗവും നമുക്ക് തന്ന നിയോഗവും തമ്മിൽ സാരമായ ബന്ധമുണ്ട് എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുകയുണ്ടായി. ശത്രുവിൻ്റെ കയ്യിലിരിക്കുന്ന ദേശം കൈവശപ്പെടുത്തി തൻ്റെ ജനത്തിന് വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടിയാണ് യോശുവയെ ദൈവം നിയോഗിച്ചത്. നമുക്കും മനുഷ്യരെ പിടിക്കാനുള്ള വലിയ ദൗത്യമാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. മഹാനിയോഗ നിർവഹണം കൊണ്ട് ആത്യന്തികമായി സാധിക്കേണ്ടത് അതാണ് എന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തതുപോലെ ഒരു ദേശത്ത് അങ്ങനെ ഒരു കൂട്ടം പിടിക്കപ്പെടാനിടയായിട്ട് തീരുന്നത് അവിടെ വചനപ്രകാരമുള്ളൊരു സഭാസാക്ഷ്യം രൂപപ്പെടുന്നതിന് കാരണമായിട്ട് തീരാം. ആ സഭയ്ക്ക് ആ ദേശത്തിൻ്റെ വിളക്കായിട്ട് സാക്ഷ്യം വഹിക്കാനും സാധിക്കും എന്നുള്ളതായ സത്യം കഴിഞ്ഞ ദിവസം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഈ വലിയ ദൗത്യമാണ് ഫലമേൽപ്പിച്ചതെങ്കിലും ഹായി ആക്രമിക്കാനായിട്ട് പോകുമ്പോൾ ദൈവം അവരോട് കൂടെ പോകാതെ മാറി നിൽക്കുന്നു എന്നുള്ളത് 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. ചില കാര്യങ്ങൾ ഞാൻ അവിടുന്ന് പറഞ്ഞായിരുന്നു, അതൊന്ന് നോക്കിക്കൊണ്ട് വരണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. 1-2 കാര്യങ്ങൾ അവിടെ നിന്ന് ഞാനൊന്ന് ഓർപ്പിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം എന്ന് കരുതുകയാണ്. 3000 സൈന്യം ഹായിയിലേക്ക് ദേശം കീഴടക്കാൻ പോകുന്നതാണ് 7-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വലിയൊരു ദൗത്യത്തിന് വേണ്ടി യോശുവയും ജനവും പോകുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പക്ഷെ അങ്ങനെയുള്ള വലിയൊരു ദൗത്യത്തിൽ ദൈവജനം ഏർപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ എന്തു ചെയ്യുകയാണ്? അങ്ങേര് അരുതാത്തതായ കാര്യം നിയമം തെറ്റിച്ച് എടുത്ത് കൊണ്ടുവന്ന് കൂടാരത്തിൻ്റെ നടുവിൽ കുഴിച്ചിടുകയാണ്. അപ്പോൾ ഞാൻ ഈ വചനം കഴിഞ്ഞ ദിവസമൊക്കെ ധ്യാനിച്ചപ്പോൾ ഓർത്തു, മഹാനിയോഗം ആത്മാക്കളെ രക്ഷിക്കുന്നതായ നിയോഗമാണ്. സഭാരൂപീകരണത്തിലേക്ക് നയിക്കാവുന്നതായ വലിയ ദൗത്യമാണ്. ഈ ദൗത്യം ഇസ്രയേൽ ജനം വളരെ ശുഷ്കാന്തിയോടെ സൂക്ഷ്മതയോടെ നിർവഹിക്കാനിടയായിട്ട് തീരുമ്പോൾ അവരിൽ തന്നെ പെട്ട ഒരാൾ ലക്ഷ്യം തെറ്റി സമ്പത്തുണ്ടാക്കാനുള്ളതായ വലിയ ശ്രമത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ഈ മഹാനിയോഗത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും വിസ്മരിക്കുമാറ് ഈ വഴിയിൽ
പണമുണ്ടാക്കാനൊക്കെ ഉള്ളതായ താല്പര്യം, ലക്ഷ്യം ഒക്കെ വന്നു പോകുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചില ലക്ഷ്യങ്ങളുമൊക്കെ ഇപ്പോൾ ഒരർത്ഥത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടിയതായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, 7-ാം അധ്യായത്തിലെ ഈ സംഭവം അതിശക്തമായൊരു മുന്നറിയിപ്പാണ്. കാരണം ഈ വലിയ ദൗത്യത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മലിനമായ ലക്ഷ്യങ്ങളോടുകൂടി വർത്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത് ശാപം വിളിച്ചു വരുത്തുന്നതാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് അതിൽ നിന്നുള്ളതായ വലിയ ഭയനിർദ്ദേശം ഉൾക്കൊള്ളേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഹായിയിലെ പരാജയത്തിൽ യോശുവയും മൂപ്പന്മാരും എത്ര ദുഃഖിതരായിരുന്നു എന്നുള്ളത് നാം കാണുന്നുണ്ട്. ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചു പോകാം. 7-ാം അധ്യായത്തിന് യോശുവ 7-ന്റെ 6-ാമത്തെ വാക്യം ആ ബന്ധത്തിൽ നമുക്കൊന്ന് വായിച്ച് പോകാം. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്നു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, ഇവിടെ ഈ പരാജയത്തിന് മുമ്പിൽ യോശുവ ഈ മൂപ്പന്മാരും സാഷ്ടാംഗം ദൈവസന്നിധിയിൽ വീണ് കിടക്കുകയാണ്. അവിടെ അനുതാപത്തിനൊരു ബാഹ്യലക്ഷണമുണ്ട്. തലയിൽ മണ്ണ് വാരിയിട്ടും കൊണ്ട് സാഷ്ടാംഗം വീണ് കിടക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൽ ബോഖീം എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ദൈവം ഒരു ദൂതനെ അയച്ച് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ആ ദൂതൻ വന്ന് അവരുടെ പാപത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ജനമെല്ലാം അവരുടെ പാപത്തെ ഓർത്ത് കരയുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അവർ പാപത്തെ ഓർത്ത് അനുദപിക്കുന്നു, വിലപിക്കുന്നു, യഥാസ്ഥാനപ്പെടുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. ഈ പുതിയ വർഷത്തിൽ നമുക്കും അത് സാധിക്കാനായിട്ട് ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് വരികിൽ അത് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തുവാൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ശുദ്ധീകരണം പ്രാപിക്കാനുള്ളതായ വലിയ ആവശ്യകതയുണ്ട് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. ആ ശുദ്ധീകരണം പ്രാപിച്ചാലും പുതിയ വർഷം നമുക്ക് വിശുദ്ധിയോടെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. ഈ സംഭവം സങ്കടകരമാണെങ്കിലും യോശുവയും മൂപ്പന്മാരും ദൈവസന്നിധിയിൽ വീണ് കിടന്നതുകൊണ്ട് ഒരു വലിയ കാര്യം സാധിച്ചു. ആ വലിയ കാര്യം എന്താണ്? അവരുടെ നടുവിലുള്ള പാപം പിടിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. പാപം ശിക്ഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ജനം പൂർവകാല മഹത്വത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഇവിടെ ഞാൻ ആ വാക്യം വായിക്കാൻ പറഞ്ഞത്, യോശുവയും മൂപ്പന്മാരൊക്കെ തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സാഷ്ടാംഗം വീണ് കിടക്കുന്നത് കാണുമ്പോൾ ആർക്കും ഒരു സങ്കടം തോന്നും. ഇങ്ങനെയൊരവസ്ഥ വന്നല്ലോ എന്നൊക്കെ തോന്നാൻ ഇടയായിട്ട് തീരും. പക്ഷേ അത് മുഖാന്തരം ഉണ്ടായതായ നന്മ എത്രയോ വലുതാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എല്ലാം നമ്മൾ വായിക്കുന്നില്ല, ഞാനങ്ങ് പറഞ്ഞു പോകാം. ഇസ്രായേൽ പാപം ചെയ്തു, എൻ്റെ നിയമം ലംഘിച്ചു എന്ന് ദൈവം യോശുവയോട് പറയുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൻ്റെ തുടക്ക നാളുകളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചോ, അങ്ങനെയുള്ള പാളിച്ചകൾ നമ്മുടെ ഭാഗത്ത് വന്നോ എന്നുള്ളതായ കാര്യം പരിശോധിക്കുവാൻ വന്നിട്ടുണ്ടെങ്കിൽ
ദൈവസന്നിധിയിൽ വീണ് കിടന്ന് അതിന് പരിഹാരം വരുത്താനായിട്ട് കഴിയണം എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ വേദഭാഗം അതിൽ തന്നെ ഈ പുതുവർഷത്തിൻ്റെ തുടക്ക നാളുകളിൽ നമ്മോട് സംസാരിക്കുന്നതായിട്ട് ഇരിക്കട്ടെ. ഇവിടെ നാം കാണുമ്പോൾ വലിയ അന്വേഷണം നടന്നു. ഒടുവിൽ പാപം പിടിക്കപ്പെട്ടു. ആ വാക്കുകൾ നമ്മൾ വായിക്കണം നിർബന്ധമില്ല. 16-ാമത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടപ്പോൾ യോശുവയ്ക്കൊരു നടുക്കമുണ്ടായോ എന്നെനിക്കറിയാൻ പാടില്ല. കാരണം പല കാര്യങ്ങളിലും മുമ്പിൽ നിന്ന ഗോത്രമാണ് യഹൂദ ഗോത്രം. മാത്രമല്ല യോശുവയുടെ കൂടെ നമ്മൾ പറയുന്ന ഒരാൾ ആ ഗോത്രത്തിൽപ്പെട്ടയാളാണ്. ആരാണ്? കാലേബ്. അപ്പോൾ യഹൂദ ഗോത്രം, 12 ഗോത്രങ്ങളിൽ യഹൂദ ഗോത്രം പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു നടുക്കം വേണമെങ്കിൽ ഉണ്ടാകാം. കാലേബിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം എന്തോ ഒരു നല്ല മനുഷ്യനാണ്. കാരണം യോശുവയെപ്പോലെ തന്നെ ദൈവപ്രസാദത്തിൽ നിന്ന വ്യക്തിയാണ് എന്നിരിക്കലും യോശുവയുടെ നേതൃത്വത്തിന് വിധേയപ്പെട്ട് എത്ര മാതൃകയോടുകൂടിയാണ് കാലേബ് വർത്തിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ യാദൃച്ഛികമായിട്ടത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഗോത്രം പിടിക്കപ്പെട്ടു. 17-ാം വാക്യത്തിൽ സർഹ്യ കുലം പിടിക്കപ്പെട്ടു, സബ്ദി പിടിക്കപ്പെട്ടു. 18-ാം വാക്യത്തിൽ ആഖാൻ പിടിക്കപ്പെട്ടു. ഈ ഒരു വാക്കിങ്ങനെ ആവർത്തിക്കുകയാണ്. എന്താണ്? ഏത് വാക്കാണ്? പിടിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായ കാര്യം, ഈ പാപം വളരെ മറഞ്ഞുകിടുന്നതായ പാപമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ യോശുവയും മൂപ്പന്മാരും വീണുകിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം പിടിക്കപ്പെടാനും പരിഹാരം ഉണ്ടാകാനും ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഈ പുതിയ വർഷം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി വീണുകിടന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളായിട്ട് തീരും എന്ന് വരികിൽ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ സഭയിലോ ഒക്കെ ഉള്ളത് എന്ന് വരികിൽ അതിനെല്ലാം പരിഹാരം നൽകുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ ഈ സംഭവം സാമ്പത്തിക മേഖലയിൽ ഈ വലിയ നിയോഗത്തിൽ വന്നു കയറാൻ സാധ്യതയുള്ളതായ പാപത്തെക്കുറിച്ചുള്ളതായ ശക്തമായ മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് നാം കാണുകയാണ്. ഈ ആഖാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായൊരു പാപത്തിലേക്ക് വീണത്? യുദ്ധത്തിൻ്റെയൊക്കെ മുഖത്ത് ദൈവജനം നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ കൂടാരത്തിനകത്ത് പോയി കുഴി കുഴിച്ച് ഇതെല്ലാം കുഴിച്ചിടാൻ തക്കവണ്ണം പ്രേരിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായി ഓർക്കേണ്ടതാണ്. ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പാപം ഏറ്റു പറയുമ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള 3 വാക്കുകൾ പറയുന്നുണ്ട്. ഞാൻ ഇത് കണ്ടു, മോഹിച്ചു, എടുത്തു. എന്തൊക്കെയാണ് കണ്ടത്? ഒരു ബാബിലോണ്യ മേലങ്കി കണ്ടു, പിന്നെ വെള്ളി കണ്ടു, പൊൻകട്ടി കണ്ടു. അപ്പോൾ ഇതെല്ലാം ആഖാനെ മോഹിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. യാക്കോബ് പറയുന്നൊരു വാചകമുണ്ട്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടുന്നൊരു കാര്യം, ഈ സാമ്പത്തിക മേഖലയിൽ വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് വരികിൽ നമ്മൾ ഈ മോഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവിക്കണം. KV സൈമൺ സാർ എഴുതിയൊരു മനോഹരമായ പാട്ട്, നമ്മൾ ആരാധനയൊക്കെ പാടാറുള്ള ഒരു പാട്ടിൽ ഇങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്: മോഹവാരിധി തന്നിൽ കേവലം വലയുന്ന ദേഹികൾക്കൊരു രക്ഷാനൗകയാം പരമേശ. പാതിമാൻ ദേവദേവൻ തുടങ്ങുന്ന
പാട്ടിലെ മനോഹരമായൊരു ലൈനാണ്. അപ്പോൾ മോഹത്തിൻ്റെ സമുദ്രത്തിൽ കിടന്ന് അനേകർ വലയുവാൻ ഇടയായിട്ട് തീരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചരിത്ര സംഭവം സൂചിപ്പിക്കുന്നതായ കാര്യം, ചില കാര്യങ്ങളിലേക്കുള്ള മോഹം കടന്നുകൂടുവാൻ ഇടയായിട്ട് തീരുന്നത് വലിയ അനർത്ഥത്തിന് കാരണമായിട്ട് തീരും എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാനിന്ന് ഈ വാക്യത്തിലൂടെ പോകുമ്പോൾ ആകാൻ മോഹിച്ച 3 കാര്യങ്ങൾ വേറിട്ട് ഓർത്തു. ബാബിലോണിയ മേലങ്കി, പിന്നെ വെള്ളി, പൊൻകട്ടി. അപ്പോസ്തലപ്രവൃത്തിയുള്ള 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ മോഹിച്ചില്ല എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഓർക്കുന്നുണ്ടാകും. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. ഈ 2 വാക്യങ്ങൾ നമ്മൾ ചേർത്താൽ ഈ 3 കാര്യങ്ങൾ നമ്മിൽ മോഹം ജനിപ്പിക്കാൻ മുഖാന്തരമായിട്ട് തീരാവുന്നതാണ്. മോഹം ജനിപ്പിക്കാൻ മുഖാന്തരമായിട്ട് തീരാവുന്നതാണെന്ന് എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? അതിൽ മോഹം ജനിക്കാതെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കുന്നവർക്ക് വിജയകരമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. മോഹം ഉണ്ടായാൽ അത് പാപത്തിൽ എത്തിച്ചേരാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതായ കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൽപ്പനയുണ്ട്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായിട്ട് ചിന്തിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പുതിയ വർഷത്തിൽ ഇതൊരു നല്ല നിർണയമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ നമുക്ക് ജയാളികളാകാൻ കഴിഞ്ഞാൽ അനേക ആത്മീക അനർത്ഥങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഇവിടെ ഇത്രയും വലിയ പ്രശ്നമുണ്ടായെങ്കിലും സമയോചിതമായ യോശുവയുടെ ഇടപെടൽ എന്ന് പറയേണ്ടതായിട്ടില്ല. ദൈവം ഇടപെട്ടു, യോശുവ വിധേയപ്പെട്ടു. ആ കാര്യങ്ങൾക്ക് വളരെ മനോഹരമായ പരിഹാരം ഉണ്ടായി എന്നുള്ളത് ഈ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് സുവിശേഷ ഗോളത്തിൽ മഹാനിയോഗ നിർവഹണത്തിൻ്റെ വഴിത്താരയിൽ സാമ്പത്തികമായ പാപങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാനുള്ളതായ വലിയ സാധ്യതയുണ്ട് എന്നുള്ളതായ കാര്യം മനസ്സിലാക്കി നമുക്ക് നമ്മെ തന്നെ സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അനേകർ വീണിട്ടുള്ളൊരു മേഖലയാണ് എന്നുള്ളത് കൊണ്ട് വീഴാനുള്ള സാധ്യത ആർക്കുമുണ്ട്. ഈ സാമ്പത്തികമായ മേഖലയിൽ വീണിട്ടുള്ള ആളുകൾ അനേകരാണ്. വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് അങ്ങനെ അനേകരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അനേകർ വീണിട്ടുള്ളൊരു മേഖലയാകുമ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഡബിൾ പ്രിക്വേഷൻ എടുക്കേണ്ടതായ ആവശ്യമുണ്ട്. കാരണം അനേകർ വീണിട്ടുള്ള മേഖലയിൽ നമ്മൾ വീണു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ഈ മേഖലയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മഹാനിയോഗ നിർവഹണത്തിൻ്റെ വഴിത്താരയിൽ സാമ്പത്തികമായ തെറ്റായ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വഴിമാറുന്നില്ല എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയോടും കൂടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ഈ മേഖലയിലുള്ള വലിയ വീഴ്ച ദൈവജനത്തിൻ്റെ മധ്യത്തിലും ദൈവിക ശുശ്രൂഷയിലും വളരെ അപമാനത്തിന് കാരണമായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കാനായിട്ട് ആവശ്യമില്ലല്ലോ. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ ആ ബന്ധത്തിൽ നൽകട്ടെ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടിയിരിക്കുന്ന കർത്താവ് വേണ്ട എല്ലാ ഉദവികളും അതിന് നിശ്ചയമായിട്ടും നൽകും. മഹാനിയോഗം നമ്മൾ നിർവഹിക്കുന്നത് നമ്മുടെ പദ്ധതി അല്ലല്ലോ. പിന്നെ കർത്താവിൻ്റെ പദ്ധതിയിൽ നമ്മൾ കൂട്ടുവേലക്കാരായിട്ട് തീരുകയാണ്. കർത്താവിൻ്റെ പരിപാടിയിൽ നമ്മൾ കൂട്ടുവേലക്കാരായിട്ട് തീരുമ്പോൾ അതിൻ്റെ സാമ്പത്തികമായ വഴികളെക്കുറിച്ചൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടതായ ആവശ്യം
ഇല്ല. ദൈവം അത് കരുതുവാൻ ഇടയായിട്ട് തീരും. സാന്ദർഭികമായിട്ട് ഞാനത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ഈ മേഖലയിൽ ആയിരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എട്ടാമത്തെ ഒരു പ്രത്യേകത ഞാൻ മഹാനിയോഗത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രാദേശിക സഭയോട് ചേർന്ന് ശിഷ്യന്മാരെ പരിപാലിക്കാനുള്ളതും കൂടിയാണ് മഹാനിയോഗം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി നീ വിചാരിക്കുകയാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പ്രാദേശിക സഭയോടുള്ള സജീവ ബന്ധത്തിലേക്ക് വന്ന ആളുകളെ പരിപാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം, ഇത് മഹാനിയോഗത്തിൽ ഉൾപ്പെടാത്തതുപോലെയാണ് പല ആളുകളും കാണുന്നത്. എന്ന് പറഞ്ഞാൽ മഹാനിയോഗം എന്ന് പറഞ്ഞാൽ പോയി പ്രസംഗിക്കണം, സുവിശേഷം അറിയിക്കണം, സാക്ഷ്യം വഹിക്കണം, ആളുകളെ രക്ഷയിലേക്ക് നയിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് ചെയ്യണം. പക്ഷേ രക്ഷയിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾ ശിഷ്യപ്പെടുത്തപ്പെടുക എന്ന് പറയുന്നതും പരിപാലിക്കപ്പെടുക എന്ന് പറയുന്നതും എത്രയോ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ അതിൻ്റെ പ്രാധാന്യം എവിടെയോ ചോർന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മളിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഈ പഠിപ്പിച്ച് ശിഷ്യപ്പെടുത്തുക എന്നുള്ള കാര്യവും നമ്മളെവിടെയോ മറന്നു പോകുവാൻ ഇടയായിട്ട് തീർന്നു. പക്ഷേ എന്തോ ഒരു തുടർമാനമായ ബന്ധപ്പാട് വേണ്ട ഒരു ഉത്തരവാദിത്വമാണ് കർത്താവ് ഇവിടെ ഏൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ വിശ്വസ്തയോടുകൂടി ഈ കാര്യം ചെയ്യാനുള്ളതായ ആവശ്യകതയുണ്ട്. അപ്പം ഈ പരിപാലിക്കുക എന്നുള്ളതും എന്തിൽപ്പെട്ടതാണ്? മഹാനിയോഗത്തിൽ പെട്ടതാണ്. ആ വലിയ സത്യത്തെ എല്ലാ ഗൗരവത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, മത്തായി സുവിശേഷം 9:36-38 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു സങ്കടമുണ്ടല്ലോ. പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായിട്ട് കണ്ടു. ആ രണ്ട് വാക്കുകൾ നമ്മൾ അടിവരയിടേണ്ട രണ്ട് വാക്കുകളാണ്. പല സ്ഥലം സഭകളെ നോക്കിയാൽ വേണ്ട പോലുള്ള പരിപാലനം കിട്ടാതെ ദൈവത്തിൻ്റെ ജനവും കുഴഞ്ഞവരും ചിഹ്നിയവരുമായിട്ട് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് എത്രയോ സങ്കടകരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് അവിടെ പറഞ്ഞല്ലോ, അങ്ങനെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞത് കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അപ്പം അതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവജനത്തിന് ഏറ്റവും നന്നായി പരിപാലനം നൽകത്തക്കവണ്ണം ആ കൃപാവരമുള്ള മൂപ്പന്മാരെ സഭയ്ക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയും പ്രാർത്ഥനാ വിഷയമായിട്ട് ഇത് ഇരിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയം വളരെ ഗൗരവമായി പ്രാർത്ഥിച്ചൊരു സഹോദരിയുണ്ട്. നിങ്ങൾക്കറിയാമോ ആരാണെന്ന്? ഒരു സഹോദരി ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം ആദ്യ അധ്യായങ്ങളിൽ കാണുന്ന ഹന്നയുടെ പ്രാർത്ഥന എത്രയോ പ്രസിദ്ധമാണ്. നമ്മൾ ആ വാക്യങ്ങളിപ്പോൾ എടുത്ത് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, നമുക്ക് ധാരാളം പരിചയമുള്ളതായ കാര്യമാണ്. അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു.
1 അങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷിലെ ഒരു വേർഷൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും, അവളുടെ പ്രാർത്ഥനയെ ഏലി തെറ്റിദ്ധരിക്കുകയാണ്. പുരോഹിതനായ ഏലി തെറ്റിദ്ധരിക്കുകയാണ്. വേറെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ പിന്നെ പോട്ടേന്ന് വിചാരിക്കാം. പക്ഷേ ഏലി തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നതായ കാര്യം, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു എന്നുള്ളതിന് ആ ഇംഗ്ലീഷ് വേർഷനിൽ പറയുന്നത്, ഐ വാസ് ടെല്ലിങ് ഓൾ മൈ പ്രോബ്ലംസ് ടു ദ ലോർഡ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ എൻ്റെ ദൈവത്തോട് പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണത്. എന്തിനു വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത്? അവളുടെ വീട്ടിൽ സമ്പത്തിന് വേണ്ടിയോ ഒന്നുമല്ല പ്രാർത്ഥിച്ചത്. അവളൊരു മകന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ആ മകനെ കൊണ്ട് അവൾക്ക് വാർദ്ധക്യത്തിൽ പ്രത്യുപകാരം കിട്ടേണ്ടതിന് വേണ്ടിയും അല്ല പ്രാർത്ഥിച്ചത്. പിന്നെ അങ്ങനെ ഒരു മകനെ തന്നാൽ ഞാൻ ആ മകനെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് അവൾ ഒരു മകനു വേണ്ടി പ്രാർത്ഥിച്ചത്. എന്തൊരു മനോഹരമായ മാതൃകയാണ്. ഞാനവിടെ ഒത്തിരി വിശദീകരിക്കുന്നില്ല. അവളങ്ങനെ വേദനയോടെ പ്രാർത്ഥിക്കത്തക്കവണ്ണം പ്രേരിപ്പിക്കപ്പെട്ടൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം നിങ്ങൾക്കും അറിയാമെന്നാണ് എൻ്റെ വിചാരം. അവിടെ ഒരു പുരോഹിതനുമുണ്ട്, പുരോഹിതന് 2 പിള്ളേരും ഉണ്ട്. അവിടെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കണമുണ്ട്. പക്ഷേ നടക്കേണ്ടതുപോലെയല്ല നടക്കുന്നത്. ആ പുരോഹിതൻ്റെ മക്കൾ ദുർമാർഗികളാണ്. അവർ അത്യാഗ്രഹികളാണ്. അവർ ചെയ്യുന്ന അക്രമങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആലയത്തെയും യാഗത്തെയും എത്രയോ മോശമായിട്ടാണ് അവർ കാണാനും പെരുമാറാനും ഇടയായിട്ട് തീരുന്നത്. അവളുകാർ ആ ശീലവിലേക്ക് പോകുന്ന പതിവ് മുടക്കിയിട്ടില്ല. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ അവളുടെ ഹൃദയം വേദനിക്കുകയാണ്. അതുകൊണ്ട് അവൾ ഒരു മകനെ ചോദിച്ചു. ഈ മകനെ തരികയാണെങ്കിൽ ഞാനവന് ജീവപര്യന്തം യഹോവയ്ക്ക് നൽകും എന്ന് തീരുമാനിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഈ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തയായ സ്ത്രീയെയാണ് നമ്മൾ ഹന്നയിൽ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുമ്പോൾ നമുക്ക് ഈ വിഷയം മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ ദൈവകൃപ നൽകട്ടെ. അപ്പോൾ കർത്താവ് നിയോഗം നൽകുമ്പോൾ ഈ കാര്യത്തിൻ്റെ കൂടി പ്രാധാന്യം ഉൾക്കൊണ്ട നിയോഗമാണ് നൽകുന്നത് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിപാലിക്കാനുള്ള കൃപാവരം നൽകി കർത്താവ് ആളുകളെ തൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിയമിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 വാക്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യം നമുക്ക് മനഃപ്പാഠം അറിയാമായിരിക്കും. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ ആരാണ് മൂപ്പന്മാരെ ആക്കി വെക്കുന്നത് എന്ന് ആ വാക്യത്തിൽ പറയുന്നുണ്ട്. ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഇനി വേറൊരു വാക്യം ഒന്ന് വായിച്ചു പോകാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. എഫേസ്യർ 4-ന്റെ 11-ാമത്തെ വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും
ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അതിൽ ഒടുവിലത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ കർത്താവ് ഈ കൃപാവരങ്ങൾ നൽകി ആളുകളെ നിയമിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമ്മൾ കാണുകയാണ്. അതിൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കൃപാവരത്തിൽപ്പെട്ടതാണ്. പിന്നെയുള്ള സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഈ കൃപാവരങ്ങളുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ നിയമനം നമുക്ക് വളരെ കൃത്യമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ ഇടയ ശുശ്രൂഷയ്ക്കുള്ള നിയമനം എന്ന് പറയുന്നത് ഒരു ചെറിയ വേല അല്ല. പിന്നെ അപ്പോസ്തലനായ പൗലോസ് 1 തിമോഥെയോസ് 3:1 ആ വേലയ്ക്കൊരു വിശേഷണം പറയുന്നുള്ളൂ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നല്ല വേല, നല്ല വേലയാണ്, നല്ല വേലയാണ്. ഞാൻ ഈ വാക്കിൽ പറയുന്നതിൻ്റെ കാരണം, ഈ നല്ല വേലയ്ക്ക് കൃപാവരം നൽകി നിയമിച്ചിട്ടുള്ള പല ആളുകളും ആ നല്ല വേല ഏറ്റെടുക്കാനായിട്ട് പലപ്പോഴും ഒരുക്കാറില്ല. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് വളരെ ഞെരുക്കം സ്വാഭാവികമാണ്. ഇബ്രാഹിം ലേഖനത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവർ ഞരങ്ങിക്കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ ഞരക്കം ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമല്ലേ. അത് ഈ വേലയുടെ ഒരു ഭാഗമാണിത്. അപ്പോൾ അത് നല്ല വേലയായിട്ട് ഏറ്റെടുക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ഈ വേല ചെയ്യുന്നൊരു സഹോദരൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിള്ളേർ ഈ വേല ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, കാരണം ഇതെന്തോ ഒരു പ്രയാസമുള്ളതായൊരു വേലയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞ് ശരിയല്ല എന്ന് പിന്നെ തിരുത്താനും ഇടയായിട്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇതിൻ്റെ പ്രയാസത്തിൻ്റെ വഴികളിൽ ചിന്തിച്ചു പോകാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ വേല ഭരമേൽപ്പിക്കപ്പെട്ടാൽ അത് നല്ല വേലയായിട്ട് കണ്ട് വിശ്വസ്തമായി നിർവഹിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നിയമനം നൽകിയിട്ട് ആ നിയമനത്തെ തള്ളിക്കളഞ്ഞ് വേറെ വഴിയിൽ ഓടിയാൽ കർത്താവിനത് പ്രസാദമാകും? കർത്താവിന് ഒരിക്കലും പ്രസാദമാകുകയില്ല. ചില പ്രസംഗിക്കാൻ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി തന്നെ ഈ വേല വേണ്ട എന്ന് ഉപേക്ഷയായി വിചാരിക്കുന്ന മനോഭാവത്തിലേക്ക് പോലും വഴുതി പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഗൗരവവും പ്രാധാന്യവും ദൈവവചനം വെളിപ്പെടുത്തുമ്പോൾ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി വിശ്വസ്തമായി നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇതിൻ്റെ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചിന്ത കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാനിടയായിട്ട് തീർന്നത്, അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ ആരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പൊതുവെ? പത്രോസ്. അങ്ങനെ ഒരു പ്രയോഗം തന്നെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഒന്നാമനായ പത്രോസ്, അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗത്തിൽ 3000 പേരാണ് കൃപയിലേക്ക് വന്നത്. 3000 പേര് കൈവക്കിയതല്ല, 3000 പേര് സ്നാനപ്പെട്ടു, അല്ലേ? 3000-ഓളം പേർ സ്നാനജലത്തിൽ കർത്താവിനെ അനുസരിക്കത്തക്കവണ്ണം ആ വിലപ്പെട്ട ശുശ്രൂഷയാണ് ആ ദൈവത്തിൻ്റെ ദാസൻ സഭയുടെ ചരിത്രത്തിൽ ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷെ അദ്ദേഹം ലേഖനം എഴുതുമ്പോൾ തന്നെ പരിചയപ്പെടുത്തുന്ന വാക്ക് കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ എടുത്തു പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആ വാക്യം ഒന്ന് നമുക്ക് വായിച്ചു പോകാം എന്ന് ഞാൻ വിചാരിക്കുക. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ തന്നെ പരിചയപ്പെടുത്തുന്ന വളരെ മനോഹരമായ വാക്കുകൾ അതെ കാണുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചോളൂ. ഞങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിക്കുന്നു. അപ്പോൾ ആ ദൈവദാസൻ തന്നെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ എത്രയോ മനോഹരമാണ്.
മൂപ്പന്മാർക്കുള്ള പ്രബോധനമാണ്. അപ്പോൾ കൂട്ടുമൂപ്പനെന്നാണ് തന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതായി നാം കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവം ഈ കൃപാവരം നൽകി ഇടയന്മാരായി ഉള്ളവർക്ക് ത്യാഗപൂർണമായി ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ കൂട്ടുമൂപ്പനായ പത്രോസിൻ്റെ വാക്കുകളാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അത് നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ നിയോഗം പ്രധാനമായിട്ടും പത്രോസിനാണല്ലോ കൈമാറിയത്. പത്രോസിന് കൈമാറുമ്പോൾ വേറിട്ട ചില പ്രത്യേകതകൾ നമുക്ക് ആ ബന്ധത്തിൽ ഓർക്കാനായിട്ട് സാധിക്കും. അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് കരുതുകയാണ്. പത്രോസിന് ഈ നിയോഗം കൈമാറുമ്പോൾ ആവർത്തന വിരസത കൂടാതെ അടുത്തടുത്ത വാക്യങ്ങളിൽ 3 വട്ടം ഇത് ആവർത്തിക്കുകയാണ്. അത് നമ്മൾ വാക്യം വായിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിത് കാണുകയാണ്. അപ്പോൾ അവിടെ പത്രോസിനോട് ചോദിച്ച ചോദ്യവും പത്രോസ് പറഞ്ഞ ഉത്തരവൊക്കെ നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട്, വാക്യങ്ങൾ ദീർഘമാണെന്നുള്ളതുകൊണ്ടും പരിചയമുള്ളതാണെന്നുള്ളതുകൊണ്ടും നമ്മളിപ്പോൾ അത് വായിക്കുന്നില്ല. 15-ാമത്തെ വാക്യത്തിൽ പത്രോസിനോട് കർത്താവ് ചോദിക്കുക, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് ആ കാര്യത്തിന് ഉത്തരം വിഷമത്തോടെയാണെങ്കിലും പറഞ്ഞു. ആ ഉത്തരം പറയാൻ അത്ര എളുപ്പമുള്ളതായൊരു ചോദ്യമല്ല. ഇപ്പോൾ നമ്മളോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. വാക്കുകൾ ഭംഗിയായിരുന്ന പോലല്ലോ, ഉത്തരത്തിൻ്റെ ഗ്രാമർ തെറ്റായിരുന്ന പോലല്ലോ. ചോദ്യം എന്നാ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ ചോദിക്കുന്ന ആൾ സ്നേഹത്തിൻ്റെ വളരെ കൃത്യമായ അളവ് അറിയാവുന്ന ആളാണ്. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. അപ്പോൾ പത്രോസ് ആ കാര്യത്തിന് ആദ്യം ഉത്തരം പറഞ്ഞു, പിന്നെ ഉത്തരത്തിലൊക്കെ കുറച്ചുകൂടി വിനയപ്പെട്ടു. 3-ാമത്തെ ഉത്തരം പറയുമ്പോൾ കർത്താവേ നീ സകലം അറിയുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനും ഇടയായിട്ട് തീർന്നു. അപ്പോൾ സ്നേഹം ചോദിച്ചുറപ്പിച്ച് 3 വട്ടം ഈ നിയോഗം ആവർത്തിക്കുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ അയക്കും. അപ്പോൾ വാക്കുകൾ തന്നെ എന്ത് സ്നേഹത്തോടു കൂടിയാണ് കർത്താവ് പറയുന്നത്. പത്രോസിനുള്ള സ്നേഹത്തേക്കാൾ അധികം ആ നിയോഗത്തിൽ നാം കാണുന്നത് ആരോടുള്ള സ്നേഹമാണ്? കർത്താവിൻ്റെ കുഞ്ഞാടുകളോടുള്ള സ്നേഹമാണ്. അപ്പോൾ സഭാംഗങ്ങളോട് കർത്താവിനുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ ഉന്നതമായ സ്നേഹമാണ്. കാരണം ജീവനായ രക്തം വില കൊടുത്താണ് കർത്താവ് സഭയെ സമ്പാദിച്ചിരിക്കുന്നത്. അപ്പോൾ ജീവൻ കൊടുത്ത് വാങ്ങിയ ആളുകളാണ് ഈ സഭയ്ക്കകത്തുള്ളത്. അപ്പോൾ അവരോട് കർത്താവിന് ജീവന് തുല്യമായ സ്നേഹമാണ് ഉള്ളത്. അതുകൊണ്ട് അവരുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ കർത്താവിന് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബന്ധം ഓർപ്പിക്കുക, ഇതിന് നിയമനം കിട്ടിയ ആളുകൾ ഈ ഉത്തരവാദിത്വത്തെ ഒരു കാരണവശാലും ഉഴപ്പരുത്. കാരണം കുഞ്ഞാടുകളെ മേയ്ക്കാനുള്ളതായ ഉത്തരവാദിത്വവും കൃപാവരവും ദൈവം കൊടുത്തിട്ട് അത് നിർവഹിക്കാതെ വേറെ ബന്ധപ്പാടുകളിലൂടെ ഓടി നടക്കാനിടയായിട്ട് തീർന്നാൽ അത് കർത്താവിനെ വളരെ വേദനിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ മറ്റ് നിയോഗമൊന്നും ഇതുപോലെ ആവർത്തിക്കുന്നില്ല. ഈ നിയോഗം ഒരു വേദഭാഗത്ത് തന്നെ 3 വട്ടം ആവർത്തന വിരസത കൂടാതെ നമ്മുടെ കർത്താവ് ആവർത്തിക്കുകയാണ്. അപ്പോൾ എന്ത് പ്രാധാന്യത്തിൽ നമ്മളത് ഏറ്റെടുക്കാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്.
ഇതുപോലെ ആവർത്തിച്ചിരിക്കുന്ന വേറൊരു കൽപ്പനയുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അന്യോന്യം സ്നേഹിക്കുക. സ്നേഹിക്കാനുള്ള കൽപ്പന പറയുമ്പോഴും ഇതുപോലെ ആവർത്തിക്കുക. ആ വാക്യങ്ങൾ വേണമെന്ന് എഴുതിയിട്ടുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഇനി എൻ്റെ 21-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, 23-ാം വാക്യത്തിൽ വരുമ്പോൾ, 24-ാം വാക്യത്തിൽ വരുമ്പോൾ ഇതേ കാര്യം കർത്താവ് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഒരു പ്രസംഗത്തിൽ, ഇതൊരു പ്രസംഗമാണല്ലോ, ഈ പ്രസംഗത്തിന് അടുത്തടുത്ത് ഒരു കാര്യം ഇങ്ങനെ ആവർത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഈ വിഷയം അവരുടെ മനസ്സിലേക്ക് തന്നെ ആഴമായി പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഫിലിപ്പിയർക്ക് സന്തോഷിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണ്? കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. പിന്നെയും നിങ്ങളോട് പറയുന്നില്ല എനിക്ക്, അല്ല അങ്ങനെ വാക്ക് വേണ്ട, എനിക്ക് മടുപ്പില്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കാര്യം ഇങ്ങനെ പലവട്ടം പറയുമ്പോൾ ഒരു മടുപ്പ് സ്വാഭാവികമായിട്ട് തോന്നാം. പക്ഷേ അവിടെ പൗലോസ് പറയാണ്, നിങ്ങളോട് പിന്നെയും പറയുന്നില്ല എനിക്ക് മടുപ്പില്ല. കാരണം ഇത് ഇത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ആവർത്തനത്തിനൊരു ഉദാഹരണം പറയാനാണ് ഞാൻ ഈ കൽപ്പന എടുത്ത് പറഞ്ഞത്. പക്ഷേ ഈ കൽപ്പനയും ആവർത്തിച്ചിട്ടുള്ള ഇടയ ശിശുയുടെ നിയോഗവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. കാരണം കർത്താവ് സ്നേഹം ചോദിച്ചുറപ്പിച്ചാണ് ഈ നിയോഗം ഏൽപ്പിക്കുന്നത്. ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരെയും സ്നേഹിക്കും? കർത്താവിൻ്റെ ആടുകളെയും സ്നേഹിക്കും. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കർത്താവിൻ്റെ ആടുകളെ പകയ്ക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ആടുകളെ പരിപാലിക്കുക എന്നുള്ളത് അത് നിറഞ്ഞ സ്നേഹത്തിൽ നിന്ന് സാധിക്കേണ്ടിയ ഉത്തരവാദിത്വമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ ഈ വിഷയം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ പരിപാലിക്കാനുള്ള നിയോഗം നമ്മുടെ കർത്താവ് എന്തോരു പ്രാധാന്യത്തിലാണ് കൈമാറിക്കൊടുക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നമുക്ക് നൽകട്ടെ. രണ്ടാമത് ഒരു കാര്യം കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഇടയ ശുശ്രൂഷ നന്നായി ചെയ്യുന്നതിലൂടെ ഒരു പ്രാദേശിക സഭയെ മഹാനിയോഗ നിർവഹണത്തിനായിട്ട് ഒരുക്കിയെടുക്കാനായിട്ട് കഴിയും. കാരണം ഒരു സഭ നന്നായി പരിപാലിക്കപ്പെട്ടാൽ അവിടെയുള്ള ദൈവജനം ധാരാളം ദൈവകൃപ അനുഭവിക്കും. പരിപാലനം ഇല്ലാത്തയിടത്ത് ജനം അധോഗതി പ്രാപിക്കും. അപ്പോൾ പരിപാലനം ഇല്ലാത്തയിടത്ത് അധോഗതി പ്രാപിക്കുമെങ്കിൽ പരിപാലനം ഉള്ളിടത്ത് നിശ്ചയമായിട്ട് പുരോഗതി ഉണ്ടാകും. അപ്പോൾ നല്ല പരിപാലനം ദൈവസഭയ്ക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഇല്ലാത്തതിനാൽ ഒരു സ്ഥലം സഭയുടെ മഹത്വം പലപ്പോഴും സാക്ഷ്യപ്പെടുത്തപ്പെടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഈ നിയോഗം ശരിയായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച ആളുകൾ നിർവഹിക്കാൻ ഇടയായിട്ട് തീർന്നാൽ ആ സഭ മഹാനിയോഗ നിർവഹണത്തിൽ ജയാളികളായിട്ട് തീരും. ഒരു സഭ നന്നായി പോയാൽ അവർ ഈ നിയോഗം ഏറ്റവും ശരിയായിട്ട് ഏറ്റെടുത്ത് നിർവഹിക്കും. സൂക്ഷ്മമായി പരിശോധിച്ചാൽ മഹാനിയോഗം ഏറ്റവും നന്നായി ചെയ്യാവുന്നത് ഒരു പ്രാദേശിക സഭയ്ക്കാണ്. ഒരു വ്യക്തിക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാനായിട്ട് പറ്റുകയില്ല. എന്നാൽ ഒരു സഭ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ
അതെത്ര നന്നായി നിർവഹിക്കത്തക്കവണ്ണം ഒരുക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിയോഗ നിർവഹണം എന്നുള്ളത് കർത്താവ് നൽകിയ മഹാനിയോഗത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും ശരിയായിട്ട് നിർവഹിക്കത്തക്കവണ്ണം ഒരു സഭയെ ഒരുക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഈ നിയോഗം അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിലും വിശ്വസ്തമായി ഏറ്റെടുത്ത് നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ. പ്രവൃത്തി 20:28 നമുക്ക് അറിയാമല്ലോ, 2 പ്രധാനപ്പെട്ട ജോലിയാണ് അവിടെ ഉള്ളത്. ഒന്ന്, ആടുകളെ സൂക്ഷിക്കണം. ഞാൻ